നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പക്ഷേ സ്കൂളുകൾക്കൊന്നും അവധിയില്ല. അതുകൊണ്ട് കുട്ടികളൊക്കെയും സ്കൂളിൽ പോകണം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കിനി നിലമ്പൂരിലേക്ക് പോകാം. അവിടെ ഇന്നേക്ക് 5-ാം നാൾ ഉപതെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ തീരുമാനിക്കും PV അൻവറിന് ശേഷം ഇനി ആര് നിലമ്പൂരിനെ നയിക്കണം എന്നുള്ളതിൽ. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിലമ്പൂരിൽ പ്രചാരണം കടുത്തു. സ്വരാജിനെതിരെ ആശാ വർക്കർമാർ ഇന്ന് പ്രചാരണത്തിനിറങ്ങും. സ്വരാജിനായി മഹാവിദ്യാർത്ഥി റാലി. ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണം കരുളായി, മരുത എന്നിവിടങ്ങളിൽ. MSc എൽസ 3 കപ്പലപകട കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. കേസെടുത്ത കാര്യം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കും. കണ്ണൂർ അഴീക്കലിൽ അപകടത്തിൽപ്പെട്ട MV വാൽഹായ് കപ്പലിനെ വടം കെട്ടി നിയന്ത്രിച്ചു. തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. സംസ്ഥാനത്ത് മഴ ശക്തമാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. തീരദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിൽ. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ നടപ്പായില്ല. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു. കണ്ണീർ കടലോരം. US-ൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്തെന്ന് നാഷണൽ ഗാർഡ് കമാൻഡർ. നിലവിൽ ലോസ് ഏഞ്ചൽസ് ശാന്തമായെങ്കിലും സ്ഥിതിഗതികൾ വഷളായേക്കാമെന്ന് മുന്നറിയിപ്പ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അടിക്ക് തിരിച്ചടി. ഓസീസിന്റെ 1-ാം ഇന്നിംഗ്സിലെ 212 റൺസ് പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക പതറുന്നു. 4 വിക്കറ്റിന് 43 റൺസ് എന്ന നിലയിൽ. ഓസീസിനെ തകർത്തത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 5 വിക്കറ്റ് എടുത്ത റബാഡയുടെ പ്രകടനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. KC വേണുഗോപാൽ, ET മുഹമ്മദ് ബഷീർ MP തുടങ്ങിയ നേതാക്കൾ UDF-നായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമ്പോൾ LDF-നായി R ബിന്ദു, അബ്ദുറഹ്മാൻ, K രാജൻ തുടങ്ങിയ മന്ത്രിമാരുടെ വലിയൊരു പട തന്നെ രംഗത്തുണ്ട്. നമ്മൾ നിലമ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയ നേതാക്കളുടെ നീണ്ട നിര NDA-ക്കായും അവിടെ പ്രചാരണത്തിനിറങ്ങുന്നുണ്ട്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ എത്തിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സംഘം കൂടി എത്തുന്നതോടെ നിലമ്പൂർ ഇന്നും പ്രചാരണ കോലാഹലത്തിൽ മുങ്ങും. വിശദാംശങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, ഇന്നേക്ക് 5-ാം നാൾ അവിടെ ഉപതെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ കൂടെ ഇത്രയും കോലാഹലങ്ങൾക്ക് കൂടെയാണ് ഇപ്പോൾ ആശാ വർക്കർമാരും അവിടെ ഇറങ്ങുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രം, സ്വരാജിനെതിരെയാണ് രംഗത്തിറങ്ങുന്നത്. ഇതിനെ എങ്ങനെയായിരിക്കും ഇടതുമുന്നണി പ്രതിരോധിക്കുക? ഐശ്വര്യ, പ്രചരണം അവസാനിക്കാൻ 5 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിൽ തങ്ങളുടെ വാദങ്ങൾ പരമാവധി വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ എല്ലാവരും. ഇതിനായി നേതാക്കന്മാരുടെ വലിയ നീണ്ട നിര തന്നെ എല്ലാവരും ഇറക്കിയിരുന്നു. UDF-നായി KC വേണുഗോപാലുണ്ട്, KPCC പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അങ്ങനെ നിരവധി നേതാക്കന്മാർ UDF-നായി രംഗത്തിറങ്ങുമ്പോൾ LDF-നായി ഇന്നും മന്ത്രിമാരുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. R ബിന്ദു തുടങ്ങി മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാളെ മുഖ്യമന്ത്രി എത്തും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണവുമാണ് ഈ LDF നിൽക്കുമ്പോൾ NDA-യും ഒട്ടും പിറകിലില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്ന് നിലമ്പൂരിലെത്തും. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ കാണുന്നില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ BJP അധ്യക്ഷന് നേരെ ഉയർന്നിരുന്നു. എന്തായാലും ഇന്ന് BJP അധ്യക്ഷൻ നിലമ്പൂരിലുണ്ട്. ഒപ്പം മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയ നേതാക്കന്മാരും ഇന്ന് നിലമ്പൂരിൽ എത്തുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് 3 മുന്നണികളും. ഒപ്പം തന്നെ ഇതിൽ ഇന്നൊരു പ്രത്യേകത, സെക്രട്ടേറിയറ്റ് മുന്നിൽ ദീർഘകാലമായി
സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ ആശങ്കകളുമെല്ലാം പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാൻ, വോട്ടർമാരുമായി പങ്കുവയ്ക്കാൻ ഇന്ന് നിലമ്പൂരിലെത്തുന്നുണ്ട്. അവരും ഇന്ന് നിലമ്പൂരിൽ സജീവമാകും. ഇതോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങളും കോട്ടങ്ങളും അതുപോലെ തന്നെ ബാക്കി മറ്റെല്ലാ വിഷയങ്ങളും ചർച്ചാ വിഷയമാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെൽഫെയർ പാർട്ടിയും UDF-ഉം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളായി ചർച്ച ചെയ്തിരുന്നത്. ഇന്നും അക്കാര്യത്തിൽ തുടർച്ചയുണ്ടാകും. നേതാക്കന്മാർ രാവിലെ തന്നെ വിവിധ നേതാക്കന്മാർ വാർത്താസമ്മേളനങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വീണ്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും തങ്ങൾ ഓരോരുത്തരുടെ നിലപാടുകൾ വോട്ടർമാരിൽ മുന്നെത്തിക്കാൻ നേതാക്കന്മാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇത് ഏത് രീതിയിൽ വോട്ടർമാർ എടുക്കും എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. അവസാന കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ഇനി 5 ദിവസം മാത്രമാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത്. ഐശ്വര്യ. ശരി, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 5 നാൾ മാത്രമാണ് ബാക്കി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരവിന്ദൻ. MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കേസെടുത്ത കാര്യം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കും. കഴിഞ്ഞ ദിവസം കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, അടിയന്തര പ്രാധാന്യത്തോടെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. കാരണം വീണ്ടും ഒരു കപ്പൽ അപകടം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വളരെ പ്രാധാന്യത്തോടെ ഈ ഒരു കേസ് നേരത്തെ പരിഗണിക്കുന്നത്. ഇനി എന്തൊക്കെ നിർദ്ദേശങ്ങളാകും ഹൈക്കോടതി സർക്കാരിന് കൊടുക്കുക? സർക്കാർ എന്തൊക്കെ വാദങ്ങളാകും ഹൈക്കോടതിക്ക് മുന്നിൽ വയ്ക്കുക? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ കേസ് എന്തായാലും ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ളത്. കാരണം തീരദേശ മേഖലയിൽ, അതായത് കൊച്ചിക്ക് 44 നോട്ടിക്കൽ മൈൽ അകലെ MSC എൽസ എന്ന കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത്. കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. ആദ്യം തന്നെ, അതായത് ഈ ഒരു സംഭവം മെയ് 24-നാണ് ഇത്തരത്തിൽ കപ്പൽ മറിയുന്നത്. അതായത് കാർഗോ ഉൾപ്പെടെയുള്ള അപകടകരമായ ചരക്ക് വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കപ്പലുകൾ മറിഞ്ഞത് 24-നാണ്, മെയ് 24-നാണ്. ഈ സംഭവത്തിൽ വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആശങ്കകളും നിലനിന്നിരുന്നു. അതായത് ഈ ചരക്ക് കപ്പലിൽ അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത്. 600ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കടലിൽ ഒഴുകിപ്പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കേസിൽ ആദ്യം ഒരു നടപടികളിലേക്ക് അല്ലെങ്കിൽ കേസിലേക്ക് പോകേണ്ട എന്ന തരത്തിലുള്ളായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ സമീപനം. അതിനുശേഷം പരാതി ലഭിച്ചതിന്റെ കൂടി ശ്യാംജി എന്നൊരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ സംഭവത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ശക്തമായ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. പ്രധാനമായും ഈ മനുഷ്യരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് തന്നെ ആപത്തായേക്കാവുന്ന തരത്തിൽ ഈ രാസവസ്തുക്കൾ ഉൾപ്പെടെ അടങ്ങിയ കപ്പൽ ഓടിച്ചു. അശ്രദ്ധാപൂർവം ഈ വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ സുരക്ഷിതത്വത്തോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഈ കപ്പലിനെ അല്ലെങ്കിൽ ഓടിച്ച് കൊണ്ടുപോകേണ്ട കപ്പലിനെ അശ്രദ്ധാപൂർവം നയിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ വളരെ അപകടകരമാണെന്നുള്ള കാര്യം ഈ കപ്പൽ ജീവനക്കാർക്ക് തന്നെ അറിയാം. എന്നിട്ട് പോലും ഇത്തരത്തിലൊരു അപകടകരമായ രീതിയിൽ ഈ കപ്പൽ ഓടിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉള്ള ഒരു ആരോപണം. അതുകൊണ്ട് തന്നെ പ്രധാനമായും കേസിൽ ആദ്യം പറഞ്ഞിരുന്നത് കാലാവസ്ഥയാണ് ഇത്തരത്തിൽ കപ്പൽ മറിയാൻ കാരണമെന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനമോ അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യമോ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. അപ്പോൾ അത്തരത്തിലൊരു അശ്രദ്ധ ഈ സംഭവത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ കപ്പൽ ജീവനക്കാരുടെ അശ്രദ്ധ ഈ സംഭവത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും മനുഷ്യരുടെ ജീവനെ തന്നെ, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയെ, കടലിലെ ആവാസ വ്യവസ്ഥയെ ഉൾപ്പെടെ വലിയ രീതിയിൽ ബാധിച്ചേക്കാവുന്ന തരത്തിലായിരുന്നു ഈ ഒരു അപകടം. കാരണം ഈ രാസവസ്തുക്കളൊക്കെ ഒഴുകിപ്പോയത് കടലിലായിരുന്നു. സംസ്ഥാനത്തിന്റെ പല തീരദേശ മേഖലകളിലും ഈ രാസവസ്തുക്കളൊക്കെ അടിയുന്ന സംഭവം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയായ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു അപകടത്തെ നിസാരമായി കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അശ്രദ്ധ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് പ്രധാന കണ്ടെത്തൽ. അതുപോലെ തന്നെ ഈ കപ്പൽ കമ്പനിക്കെതിരെയാണ് അപ്പോൾ MSC എൽസ 3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ കേസെടുത്ത കാര്യം സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാരംഗ്. കേരള തീരത്തോട് ചേർന്ന് പുറം കടലിൽ തീപിടുത്തമുണ്ടായ വാൻഹായ് 503 കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് ചരക്കു കപ്പലിനെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റാൻ ശ്രമം തുടരുകയാണ്. കപ്പലിൽ വടം കെട്ടി ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. ടഗ് ഉപയോഗിച്ച് കപ്പലിനെ കൂടുതൽ ദൂരത്തേക്ക് വലിച്ചു മാറ്റാനാണ് ശ്രമം. വിശദാംശങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മിപ്രിയ, ഇത് തുടർച്ചയായി കപ്പൽ അപകടങ്ങൾ കേരള തീരത്തുണ്ടാവുകയാണ്. മറ്റൊരു കാര്യം, ഈ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ ഇനി എങ്ങനെയായിരിക്കും അവിടെ നിന്ന് മാറ്റുക?
ഈ 2 ദിവസത്തെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു കപ്പലിലെ തീ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായി തീ അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കപ്പലിന്റെ മുൻഭാഗത്തുള്ള തീയാണ് ഇപ്പോൾ അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ബാക്കി ഭാഗങ്ങളിൽ ഇപ്പോഴും ചെറിയ രീതിയിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരം വരുന്നത് ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ കടലിന്റെ മറ്റു ഭാഗത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എണ്ണ ടാങ്കറുകൾ അടക്കമുള്ള ഒരു കപ്പലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് കൂടെ തീ വ്യാപിച്ചാൽ വലിയ രീതിയിലുള്ള, അതായത് ഇതുവരെ ഉണ്ടായതിനേക്കാളും വലിയ രീതിയിലുള്ള തീപിടുത്തമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതയോടുകൂടി തന്നെയാണ് കപ്പലിനെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കപ്പൽ 10 ഡിഗ്രി മുതൽ 15 ഡിഗ്രി വരെ ചെരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകളെ തന്നെ ഈ കപ്പലിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ഈ വടം കെട്ടി ഈ കപ്പൽ ഇവിടുന്ന് നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇത് ഈ കപ്പലിന്റെ തീ ഭാഗികമായി ശമിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ കപ്പലിന്റെ നടുഭാഗത്തെ തീ ഭാഗികമായി അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ മുൻഭാഗത്തെയും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുറകുവശത്തെ, അതായത് കപ്പലിന്റെ പുറകുവശത്തെയുള്ള തീ മാത്രമാണ് ഇപ്പോൾ അണയ്ക്കാൻ കഴിയാതിരിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ടാങ്കറുകൾ ഇനി കേരള തീരത്ത് അടിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ശരി, ലക്ഷ്മിപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ടാണ്. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഗുഡ് മോർണിംഗ്. എല്ലാവരും നോക്കുന്നതിൽ, കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നത് ഇന്ന് സ്കൂളിന് അവധിയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല അല്ലേ? മറ്റു മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണുള്ളത്? ഐശ്വര്യ, അടുത്ത 4 ദിവസം കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിലും ചില സമയം 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം വരും ദിവസങ്ങളിൽ, ഈ ശനി, ഞായർ ദിവസങ്ങളിൽ പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള രീതിയിൽ ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാംബ്ല തുടങ്ങിയ ഡാമുകൾ തുറന്നതോടുകൂടി പെരിയാറിന് ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും വരുന്ന 5 ദിവസം അതിശക്തമായ മഴ തുടരുകയാണ് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഐശ്വര്യ. ശരി, ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലേർട്ടാണ്. കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത് വാടക വീടുകളിലാണ്. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ ഇനിയും നടപ്പായിട്ടില്ല. തിരമാലകളടിച്ച് വർഷങ്ങൾക്ക് മുൻപ് തകർന്നുപോയ വീടുകളുടെ ചുമർഭാഗങ്ങളുടെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ചിറമൽ കടപ്പുറത്തുകൂടി നടന്നു നീങ്ങുമ്പോൾ കടലാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നിരവധി കാഴ്ചകൾ കാണാം. ചിതറിത്തെറിച്ചു നിൽക്കുന്ന കരിങ്കല്ലുകൾക്ക് മുകളിലൂടെ പ്രദേശത്തെ പല വീടുകളിലേക്കും കടൽ വെള്ളം അടിച്ചു കയറുന്നത് പതിവാണ്. ദുരിതം സഹിക്കാൻ കഴിയാതെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വീട് വെക്കുവാൻ സ്ഥലവും ധനസഹായവും നൽകുമെന്ന
അധികൃത ഉറപ്പുകൾ ഇനിയും നടപ്പാക്കിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 3 സെന്റ് സ്ഥലം ലഭിച്ച പല കുടുംബങ്ങളും വീട് വെക്കാനുള്ള ഫണ്ട് ലഭിക്കാത്തതിനാൽ വാടക വീടുകളിൽ സ്വന്തം ചിലവിൽ കഴിയുകയാണ്. 3 സെന്റ് സ്ഥലം പോലും ലഭിക്കാത്ത കുടുംബങ്ങളും ചിറമൽ കടപ്പുറത്തുണ്ട്. ഈ വീടും ഇവിടം വരെ ഉണ്ടായിരുന്നു, ഞാൻ നിന്ന സ്ഥലം വരെ ഉണ്ടായിരുന്നു. കടലെടുത്തിട്ട് ബാക്കി എല്ലാവരും പോകേണ്ട അവസ്ഥ വന്നു. അവിടെ പോകും, അവിടെ ഓരോ ചില സാഹചര്യങ്ങളിൽ വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ. എന്നിട്ട് വാടക നമ്മളെ കൊടുക്കാം, സർക്കാർ അവർ കൊടുക്കാം, പഞ്ചായത്ത് കൊടുക്കാം, ഒന്നും ഇതുവരെ നിലവിൽ വന്നില്ല. വാടകയ്ക്ക് കഴിയുന്ന മത്സ്യത്തൊഴിലാളിയായ പുരുഷോത്തമൻ ജീവിത ദുരിതത്തെക്കുറിച്ച് പറഞ്ഞു. ഉള്ളത് ഇപ്പൊ ഒരു 100 മീറ്ററിനകത്താണ് കടല് ഉള്ളിൽ കളിക്കുന്നത്. ഞങ്ങള് എപ്പോ എന്ത് സംഭവിക്കുന്ന ആർക്കൊന്നും പറയാൻ കഴിയില്ല കടലിനെ പറ്റി. ഞങ്ങളിപ്പോ ദൂരം പോയിട്ട് വാടകക്കാണ് നിൽക്കുന്നത്. ഞങ്ങളെ വീടെല്ലാം പഴകിയ വീടാണ്. ഈ കടൽ ഭീഷണി കൊണ്ട് തകർന്ന് കാറ്റത്തര പൊളിഞ്ഞിട്ട് ഞങ്ങൾ വാടകയ്ക്ക് നിൽക്കുന്നത്. ചെറിയൊരു സ്ഥലം അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ വീട് കെട്ടേണ്ട അഭിപ്രായത്തിനുള്ളത്. ഗവൺമെന്റിന് ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ട് നമുക്ക്. 2001 മുതൽ ഇവിടെ കടലാക്രമണം രൂക്ഷമാണ്. ടെട്രാപോഡ് സ്ഥാപിക്കലും കല്ലിടലുമെല്ലാം അധികൃത വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ കോഴ്സുകൾ പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ടി സിദ്ദിഖ് MLA നിർവഹിച്ചു. ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയി മഠം നിർവഹിക്കുന്ന പദ്ധതികൾ മാതൃകാപരമെന്നും ഇനിയൊരു പ്രകൃതി ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള കർമ്മ പദ്ധതി അമൃത സർവകലാശാലയുടെ സഹകരണത്തോടെ സർക്കാർ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും അമൃത വിശ്വവിദ്യാപീഠത്തിന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ആത്മവിശ്വാസവും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. മേപ്പാടിയിൽ നടന്ന ചടങ്ങിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് മുഖ്യാതിഥിയായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നത് വലിയ കാര്യമാണ്. ആ വലിയ കടമയാണ് അമ്മയുടെ നിർദ്ദേശാനുസരണം മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും ചേർന്ന് നിർവഹിച്ചത്. അപ്പോൾ ഈ ദുരന്തത്തിൽ മാതാ അമൃതാനന്ദമയി ദേവി ഒരു സ്നേഹത്തിൻ്റെ കരസ്പർശം, വലിയ രീതിയിൽ ഒരാശ്വാസം, ഒരു പിൻബലം, ആത്മവിശ്വാസം പകരൽ, അത് മനോഹരമായി നെയ്തെടുക്കുകയാണ് ഈ പ്രവർത്തനത്തിലൂടെ. തീർത്താൽ തീരാത്തതായ കടപ്പാട് ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഗുജറാത്ത് ഭൂകമ്പം, ഓക്കി ഉൾപ്പെടെ എല്ലാ ദുരന്ത മേഖലയിലും അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അതുതന്നെയാണ് വയനാട്ടിലും അമ്മ നടപ്പാക്കിയത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് എന്താണോ വേണ്ടത് അത് കണ്ടെത്തി നൽകുകയാണ് ഇവിടെ ചെയ്തത്. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം അടിയന്തരമായി വയനാട്ടിൽ സ്ഥാപിക്കണമെന്നും അതിനായി അമൃത സർവകലാശാലയുടെ പദ്ധതിക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. അമൃത എഞ്ചിനീയറിംഗ് കോളേജിലെ ടീം വന്നു. ആ കോളേജിലെ ടീം വന്ന് ക്ലൈമറ്റിക് ചേഞ്ചും അതുപോലെ ഡിസാസ്റ്റർ, അതിനുള്ളതായിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ, അത് ഫോർകാസ്റ്റ് ചെയ്യാനുള്ളതായ നടപടികൾ ഉൾപ്പെടെ സമഗ്രതലത്തിൽ ആവിഷ്കരിക്കാനുള്ള വലിയ പദ്ധതി ആവിഷ്കരിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാനത് അസംബ്ലിയിൽ സൂചിപ്പിച്ചിരുന്നു, ബഹുമാനോടെ മന്ത്രിയോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു നാടിന് വേണ്ടതായിരിക്കുന്ന രക്ഷാകവചം പോലെ സാമൂഹ്യ ദർപ്പണത്തിലെ മനോഹരമായിട്ടുള്ള ഇടപെടൽ മഠവും അമൃതാനന്ദമയി ദേവിയും കൂടി നടത്തിയിരിക്കുകയാണ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മാർഗനിർദ്ദേശപ്രകാരം അമൃത വിശ്വവിദ്യാപീഠം അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റെസിലിയൻസ് എന്ന പദ്ധതിയിലൂടെ ചൂരൽമല ദുരന്തം നടന്നതിന് പിന്നാലെ അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡിപ്പാർട്ട്മെന്റ് ചൂരൽമല സന്ദർശിക്കുകയും ദുരന്തബാധിതരുടെ ഇടയിൽ സർവേ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് തൊഴിൽ പരിശീലനം നൽകിയത്. എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സും സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റിയും ചേർന്നൊരുക്കിയ നൈപുണ്യ വികസന പരിശീലനമാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം നൽകിയത്. 87 പേർക്ക് തയ്യലിലും 25 പേർക്ക് കമ്പ്യൂട്ടറിലും തൊഴിൽ പരിശീലനം നൽകി. തയ്യൽ പഠിച്ചവർ തയ്യാറാക്കിയ ഷോള് മുഖ്യാതിഥിയായ ടി സിദ്ദിഖ് MLA അണിയിച്ചതും ചടങ്ങിന് കൗതുകം പകർന്നു. പരിപാടിയിൽ മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാത്തുക്കുട്ടി, വയനാട് അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ അർച്ചന PP, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു, വാർഡംഗം ഹാരിസ്, മാതാ അമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി, അമൃത സർവകലാശാല സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസസ് ഡീനും അമ്മച്ചി ലാബ് ആൻഡ് സെന്റർ ഫോർ വുമൺ എംപവർമെന്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി ഡയറക്ടറുമായ ഡോക്ടർ ഭവാനി റാവു, ബ്രഹ്മചാരിണി കരുണാമൃത ചൈതന്യ, സന്ദീപം ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്.
ആർഷഭാരത സംസ്കാരവും സനാതനധർമ്മത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ സന്യാസി ശ്രേഷ്ഠരും ആത്മീയ ആചാര്യന്മാരും കേരളത്തിൽ ധർമ്മ സന്ദേശയാത്ര നയിക്കുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ് മുഖ്യ രക്ഷാധികാരി. ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണം തിരുവനന്തപുരത്ത് നടന്നു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടന പ്രഭാഷണം നടത്തി. മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഉൾപ്പെടെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള ആത്മീയ ആചാര്യന്മാർ ചടങ്ങിന്റെ ഭാഗമായി. നാടിന്റെ നന്മയ്ക്കും പുതുതലമുറയ്ക്ക് സനാതനധർമ്മ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിനും ധർമ്മോസ്മത് കുലദൈവതം സന്യാസിമാരാണ് ധർമ്മ സന്ദേശയാത്ര നയിക്കുന്നത്. വാൽമീകി മഹർഷിയുടെ ജന്മദിനമായ ഒക്ടോബർ 7-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ 21-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും. ധർമ്മ സന്ദേശയാത്രയുടെ സ്വാഗത സംഘം രൂപീകരണം തിരുവനന്തപുരത്ത് നടന്നു. സന്ദേശയാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ തെരഞ്ഞെടുത്തു. ലോകമാതാവായി അംഗീകരിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയി അമ്മയാണ് നമ്മുടെ ഈ യാത്രയുടെ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത്. അമ്മയുടെ പൂർണ്ണമായ മനസ്സ് നമ്മോടൊപ്പം ഈ യാത്ര അവസാനിക്കുന്ന വരെ ഉണ്ടായിരിക്കും. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ചടങ്ങിൽ ഉദ്ഘാടന പ്രഭാഷണം നടത്തി. സാംസ്കാരികമായ ഒരു കേരളം, ആ കേരളത്തിൻ്റെ തനത് ഭാവത്തെ ഓർമ്മിച്ച് നമുക്ക് ഉയർത്തണം. അത് 14 ദിവസം കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ സന്യാസിമാരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ തുടക്കമാകും. വർത്തമാനകാലത്ത് സനാതനധർമ്മം മുറുകെ പിടിക്കുന്നതിന് ഉദാഹരണമാണ് ഈ കഴിഞ്ഞുപോയ കുംഭമേളയെന്ന് മഹാമണ്ഡലേശ്വർ ജുനാഖാഡ ആനന്ദവനം ഭാരതസ്വാമി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൊട്ടടുത്ത് കഴിഞ്ഞ കുംഭമേള ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുണ്ടെങ്കിൽ അത് ഈ ധർമ്മത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളതാണ്. ധർമ്മ സന്ദേശയാത്ര കേരളത്തിൽ ധാർമ്മിക നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ചൂണ്ടിക്കാട്ടി. ഹൈന്ദവ ധർമ്മത്തിൻ്റെ പതാക വഹിക്കുന്നവരാണ് സന്യാസി സമൂഹം. പൊതുവെ പൊതുജനങ്ങളുടെ ധാരണയുള്ളത് സന്യാസിമാരെല്ലാം അവരവരുടെ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് പരസ്പരം ഐക്യമില്ല, ആരും ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നൊരു ധാരണ പൊതുജനങ്ങളെ വന്നിട്ടുണ്ട്. അത് ശരിയല്ല. ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ കാലത്തും സന്യാസിമാരെല്ലാവരും ഒന്നിച്ചു നിന്നിട്ടുണ്ട്. ആ ഒരു സന്ദേശം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ എങ്ങനെ എത്തിക്കുന്നത് എന്നത് ജനങ്ങളെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ തുടക്കം എങ്ങനെയായിരിക്കും? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ 2-3 ദിവസമായി വിപണിയിൽ ഒരു ക്രമപ്പെടലിൻ്റെ രൂപത്തിലാണ് വ്യാപാരം നടക്കുന്നത്. 25,000-ന് മുകളിൽ തുടർച്ചയായി മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആദ്യ കടമ്പ സാങ്കേതികമായി 25,700 അത് മറികടന്ന് വേണം അടുത്ത നിലവാരമായ 26,270 എന്ന നിലവാരത്തിലേക്ക് നീങ്ങാൻ. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരമായിരുന്നു 26,270. ആ ഒരു നിലവാരത്തിലേക്ക് വിപണി എത്തിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുന്നത് രണ്ടാം തര ചെറുകിട ഓഹരികളിലുള്ള നിക്ഷേപ താല്പര്യമാണ്. രണ്ടാം തര ചെറുകിട ഓഹരികളിൽ മിക്ക ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തന്നെയാണ്. അത് തുടരുന്നത് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ള സൂചനകളാണ് നൽകുന്നതും. നിക്ഷേപ സ്ഥാപനങ്ങൾ സജീവമായി ഇടപെടുന്നതും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ് നിക്ഷേപത്തിലാണ്. മാത്രമല്ല ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ നിക്ഷേപം തുടരുന്നു. ഈ 2 ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നത് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് എന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കെ ദിലീപാണ് വിലയിരുത്തൽ നടത്തിയത്. യുഎസിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്തെന്ന് നാഷണൽ ഗാർഡ് കമാൻഡർ പറഞ്ഞു. കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി 500ഓളം നാഷണൽ ഗാർഡുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ലോസ് ഏഞ്ചൽസ് ശാന്തമായെങ്കിലും സ്ഥിതിഗതികൾ വഷളായേക്കാമെന്നും അദ്ദേഹം പറയുന്നു. അതിനിടെ നഗരത്തിന്റെ 2.5 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് മേയർ കാരൻ ബാസ് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഇനി കായിക വാർത്തകൾ നോക്കാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്ക പതറുന്നു. ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 212 പിന്തുടരുന്ന ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റിന് 43 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ ടെംബ ബൗമയും ഡേവിഡ് ബെഡിംഗ്ഹാമുമാണ് ക്രീസിൽ. നേരത്തെ ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയുടെ തുടക്കം മുതൽ തകർച്ചയായിരുന്നു. കഗിസോ റബാഡെ 5 വിക്കറ്റുമായി ദക്ഷിണാഫ്രിക്കയ്ക്കായി തിളങ്ങി. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.